അതാണ്ട് മാനന്തവാടിയിൽ ഇറങ്ങിയ ബേലൂർ മക്കനെ പിടികൂടാനുള്ള ദൗത്യം 5-ാം ദിവസം തുടരുകയാണ്. കാട്ടിക്കുളം മാനുവേൽ പ്രദേശത്തെ വനത്തിലാണ് നിലവിൽ ആന. വനത്തോട് ചേർന്ന ജനവാസ മേഖലയാണ്. ഇന്ന് പുലർച്ചെ മുതൽ ദൗത്യസംഘം ആനയ്ക്ക് പിന്നാലെയുണ്ട്. അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 4-5 ദിവസമായി ദൗത്യസംഘം വിടാതെ വിടരുന്നുണ്ട്. അപ്പോൾ എന്താണിപ്പോൾ ഒരു മയക്കോടിക്കുള്ള തടസ്സം? ഹാഷ്മി, ഇപ്പോൾ നിലവിൽ ആന ഈ കാട്ടിക്കുളം പനവല്ലി വനമേഖലയിലാണുള്ളത്. നമുക്ക് പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് നമുക്ക് കുങ്കിയാനകളെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നായിരുന്നു, ഈ ഇരുമ്പുപാലം ഭാഗമാണ്, ഈ ഭാഗത്തു നിന്നായിരുന്നു ആന ഇന്നലെ രാത്രി തോൽപ്പെട്ടി ബേഗൂർ പാത മുറിച്ചു കടന്ന് മറുഭാഗത്തേക്ക് എത്തിയത്. ഇതാണ് കാട്ടിക്കുളം പനവല്ലി വനമേഖല. ഇതിനിടയ്ക്കുള്ള വനമേഖലയിലാണ് ഇപ്പോൾ ആനയുടെ സാന്നിധ്യമുള്ളത്. ഇതിൽ ദുഷ്കരമായ കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ വനമേഖല 3 ആൾ പൊക്കത്തിലുള്ള മുൾക്കാടുകൾ നിറഞ്ഞ, അതായത് പൊന്തക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ്. ഇതിനകത്തേക്ക് ഈ കുങ്കിയാനകൾക്കും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എത്തിച്ചേരുക അതീവ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഈ ബേലൂർ മഗ്ന പോകുന്ന പോലെ അത്ര എളുപ്പത്തിൽ പോകാൻ കഴിയില്ല. ഇവർ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കുന്ന സമയം കൊണ്ട് ബേലൂർ മഗ്ന മറ്റൊരിടത്തേക്ക് അതിവേഗത്തിൽ കുതിച്ചു പായുന്നൊരു സാഹചര്യമുണ്ട്. കർണാടക വനമേഖലയിലേക്ക് കയറും വിധമായിരുന്നു ഇന്നലെ ഉണ്ടായത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ഭാഗത്തേക്ക്, അതായത് പനവല്ലി കാട്ടിക്കുളം വനമേഖലയിലേക്ക് ആന എത്തി എന്നുള്ളതാണ്. അത് ജനവാസ മേഖലയിൽ, അതായത് ജനവാസ മേഖല അവിടെ നിന്ന് വെറും 1 കിലോമീറ്ററിനുള്ളിൽ ജനവാസ മേഖലയാണ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു, മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഈ പ്രദേശത്ത് RRT സംഘം ഇപ്പോഴും തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്ന് മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വനം വകുപ്പിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മോഴയാന കൂടെയുള്ള 2 ദിവസം മുൻപ് ഈ ആനയ്ക്കൊപ്പം കണ്ട മോഴയാന ഇപ്പോഴും ഈ ആനയുടെ, ബേലൂർ മഗ്നയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ മോഴയാനയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ ഈ അടിക്കാടും, അതായത് മുൾക്കാടാണ്, അതും ഈ ദൗത്യത്തെ ദുഷ്കരമാക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും വനം വകുപ്പ് പറയുന്നത്. തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂർ, ചേരൂർ, കുതിരക്കോട്, പനവല്ലി, ആലത്തൂർ, ബാവലി വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഈ മോഴ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാവുന്നു? എനിക്കറിയാം, പക്ഷേ അതെനിക്ക് മൊത്തം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. മോഴ എന്താണെന്ന് പറയാമോ? പരമാവധി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഹാഷ്മി. കേട്ടില്ല. ഓക്കെ, വിട്ടേക്ക്. എന്തായാലും മോഴ എന്താണെന്നൊരു പ്രശ്നം ചോദിച്ചായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ക്ലിയർ ആക്കി പറഞ്ഞുതരാം.